വുമൺസിനെ വെച്ച് മാത്രം നടത്തിയ എവല്യൂഷൻ ഷോയിൽ നമ്മുടെ നയോമി മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മാക്ക് ഡൗണിൽ ക്യാഷ് ഇൻ ചെയ്യാതെ റോ ബ്രാൻഡിലുള്ള വുമൺസ് ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷ് ഇൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതുപോലെ ആ മെയിൻ ഇവന്റ് മാച്ച് വേറെ ലെവലായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടും പറയാൻ പോകുന്നത്. അതുകൂടാതെ മൊത്തത്തിൽ ഇന്ന് നടന്ന മാച്ചുകളെ പറ്റി ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് IC ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ട്രിപ്പിൾ ത്രെഡ് മാച്ച്. IC ചാമ്പ്യൻ ബെക്കി ലിഞ്ച്, ലൈറ വൽക്കിരിയ, ബെയ്ലി. ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യാൻ നോക്കുന്നത് പോലെയെല്ലാം കാണിച്ചുവെങ്കിലും അതാത് റെസ്ലേഴ്സ് വന്ന് ആ ഒരു പിന്നെല്ലാം ഒഴിവാക്കി വിട്ടു. അവസാനം ബെക്കി ലിഞ്ച് ഒരു അവസരം കിട്ടിയപ്പോൾ ബെയ്ലിയെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെക്കി ലിഞ്ചാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ ഇത് നല്ല മാച്ചായിരുന്നു. അതിനുശേഷം NXT ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് പോയത്. പക്ഷേ മാച്ചിൻ്റെ ക്ലൈമാക്സിൽ ജോർഡിൻ ഗ്രേസിൻ്റെ കൂടെ വന്ന പാർട്ട്ണർ ചതിച്ചതുകൊണ്ട് ആ മാച്ചിൽ അവർക്ക് വിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുപോലെ ഒരുപാട് പ്രതീക്ഷ വെച്ച ഫാറ്റൽ ഫോർവേ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നല്ല മാച്ചായി തന്നെയാണ് പോയത്. പക്ഷേ മാച്ചിൻ്റെ റിസൾട്ടിലേക്ക് വന്നപ്പോൾ സെറ്റാവാത്തത് പോലെ തോന്നി. അതായത് ആസ്ക, കൈരി സെയിൻ, അതുപോലെ ഷാർലറ്റ്, അലക്സ ബ്ലസ് ഇവരെല്ലാം ടീമായിട്ടും ഇതുപോലെ 2 ടീം മെയിനായിട്ടും ഉണ്ടായിട്ടും ഇവർക്ക് തന്നെയാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അതായത് ജഡ്ജ്മെൻറ്റ് ടീമിന്. അപ്പോൾ അവിടെ അലക്സ ബ്ലസ് അല്ലെങ്കിൽ ആസ്ക ടീം വിൻ ചെയ്യായിരുന്നുവെങ്കിൽ നന്നായേനെ. പിന്നെ അലക്സ ബ്ലസ്സും ഷാർലറ്റായിട്ടുള്ള കോംബോ അത് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിലും അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതായത് അവസാനം സ്പിയർ അടിച്ചപ്പോൾ അലക്സ ബ്ലസ്സിനെ സേവ് ചെയ്തതെല്ലാം അടിപൊളിയായിരുന്നു. റിസൾട്ട് കൊണ്ട് മാത്രം ഈ മാച്ച് സെറ്റാവാത്തത് പോലെയാണ് തോന്നിയത്. പിന്നീട് ജെറ്റ് കാർഗിൽ നയോമിയായിട്ട് ഒരു മാച്ച് നടന്നു. അതായത് നോ ഹോൾ ബറിഡ് മാച്ച്. അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായി തന്നെയാണ് പോയത്. പ്രത്യേകിച്ച് മാച്ചിൻ്റെ ഫിനിഷിങ് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് റോപ്പിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഫൈറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ടേബിളിൻ്റെ മുകളിലേക്ക് ഫിനിഷർ അടിച്ച് ജെറ്റ് കാർഗിൽ ഈ മാച്ച് വിൻ ചെയ്തു. അതുപോലെ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ബാറ്റൽ റോയൽ മാച്ച് നമ്മുടെ സ്റ്റെഫനി വാൾക്കർ തന്നെയാണ് വിൻ ചെയ്തത്. അതായത് അവസാനം ലാസ്റ്റ് ലെജൻഡിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെഫനി വാൾക്കർ വിൻ ചെയ്ത് ഓഗസ്റ്റ് 31 നടക്കുന്ന ക്ലാഷ് ഇൻ പാരീസിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് നമ്പർ 1 കണ്ടൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ അതും അടിപൊളിയായിട്ടാണ് തോന്നിയത്. അതായത് അവരത് അർഹിക്കുന്നുണ്ട്. ഇനി അവസാനം നടന്നതാണ് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. വുമൺസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ വേഴ്സസ് റിയ റിപ്ലി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഈ മാച്ച്. 2 പേരുടെയും പെർഫോമൻസ് വേറെ ലെവലായിട്ടാണ് പോയത്. അതും മാറി മാറി ഫിനിഷർ ചെയ്ത് കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി. അവസാനം ഇയോ സ്കൈ അറിയാതെ റെഫറീനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഇവരവിടെ നിന്നും പോയി ഫാൻസിൻ്റെ ഇടയിലെല്ലാം വെച്ച് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പം മൊത്തത്തിൽ വേറെ ലെവലായി ഇങ്ങനെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് റിയ റിപ്ലി അവസാനം ഇയോ സ്കൈനെ ഫാനിഷ് ഫ്ലൈ മൂവ് എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. ശേഷം 2 പേരും അവസരമായി കിടക്കുന്ന സമയത്ത് നയോമി മണി ദി ബാങ്കുമായി വന്ന് അങ്ങനെ തന്നെ മണി ദി ബാങ്ക് ക്യാഷിങ് ചെയ്തു. പിന്നീട് ഇയോ സ്കൈനെ മണി ദി ബാങ്ക് വെച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം റിയ റിപ്ലിനെ റിംഗ് കോർണറിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇയോ സ്കൈക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് നയോമി ന്യൂ വുമൺസ് വേൾഡ് ചാമ്പ്യനായി. അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും ടിഫിനി സ്റ്റാർട്ടൻ്റെ അടുത്തായിരിക്കും ഇവർ ക്യാഷിങ് ചെയ്യുക എന്നാണ് വിചാരിച്ചത്. അത് പറഞ്ഞപ്പോൾ ആ ടിഫിനി സ്റ്റാർട്ടൻ്റെ മാച്ചൊക്കെ ഉണ്ടായിരുന്നു ട്രിഷ് സ്റ്റാറ്റസിൻ്റെ കൂടെ. അപ്പോൾ ആ മാച്ചൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. ടിഫനി തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതായത് സ്റ്റാർട്ടിങ് മാച്ച് നന്നായിട്ടുണ്ട്. അതിനേക്കാൾ ഒരുപാട് മുകളിൽ മെയിൻ ഇവൻ്റ് മാച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഷോ കഴിഞ്ഞതിന് ശേഷം അതായത് ഇന്ത്യക്കാരെ കാണിച്ചതിന് ശേഷം റിയ റിപ്ലി ഇയോ സ്കൈ എല്ലാം ഒന്നിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയ സീനും വേറെ ലെവലായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആകുന്നത് പോലെയാണ് ആ സീൻ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ നയോമിയുടെ മണി ദി ബാങ്ക് ക്യാഷിങ്ങിൻ്റെ പ്ലാൻ ഇതേപോലെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് പറയാം. അതായത് സെത്ത് റോളിൻസിൻ്റെ പോലെ തന്നെയാണ് ഇതും കാണിച്ചിട്ടുള്ളത്. അതായത് സിംഗിൾസ് മാച്ചിൽ ഫസ്റ്റ് തന്നെ തോറ്റുപോയിട്ട് അവസാനം വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ക്യാഷിങ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇത് സമ്മർ സ്ലാമിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് തന്നെയാണ് ക്യാഷിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.